മലപ്പുറം സിവിൽ സ്റ്റേഷനിൽ ഇത്തവണ പോരാട്ടം കനക്കും. ഇടത് കോട്ട പിടിക്കാൻ UDF തൊടാനാവില്ലെന്ന് LDF. മലപ്പുറം സിവിൽ സ്റ്റേഷൻ വാർഡ് ഇടതുമുന്നണിയുടെ ഉരുക്കുകോട്ടയാണ്. രൂപീകരണം മുതൽ ഈ വാർഡ് UDFന് ബാലികേറ മലയുമാണ്. 4 പതിറ്റാണ്ടായി തുടരുന്ന തേരോട്ടം തുടരുമെന്ന ഉറപ്പിലാണ് LDF. എന്നാൽ ഇത്തവണ സീൻ മാറുമെന്നാണ് UDFന്റെ അവകാശവാദം. ഈ വാർഡിലേക്ക് കഴിയുന്ന തരത്തിലുള്ള വികസനങ്ങളെല്ലാം എത്തിച്ചിട്ടുണ്ട് എന്നും സിവിൽ സ്റ്റേഷൻ വാർഡിലെ എല്ലാ വെള്ളക്കെട്ടുകൾക്കും പരിഹാരമായി 18 കോടിയിലധികം ചെലവ് വരുന്ന വലിയ ഒരു പ്രൊജക്ട് കേന്ദ്ര സർക്കാരിന്റെ അനുമതി കാത്തിരിക്കുകയാണെന്നും നിലവിലെ കൗൺസിലറായ KPA ഷെരീഫ് പറഞ്ഞു. ഈ കഴിഞ്ഞ 5 വർഷത്തിൽ ഈ വാർഡിൽ എനിക്ക് നടത്താൻ കഴിഞ്ഞ വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനമായി മനസ്സിൽ തങ്ങി നിൽക്കുന്നത് ഈ ഒരു പ്രദേശത്തേക്ക് ആവശ്യമായ ഒരു മിനി കുടിവെള്ള പദ്ധതി പ്രത്യേകമായി ന്യൂനപക്ഷ ക്ഷേമ ഫണ്ട് ഉപയോഗിച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ്. അതുപോലെ തന്നെ മലപ്പുറം ടൗണിൻ്റെ 100 മീറ്റർ അടുത്ത് കിടന്നിട്ട് പോലും ഒരു വാഹന സൗകര്യമില്ലാതെ ബുദ്ധിമുട്ടിയിരുന്ന ആളുകൾക്ക് ആ പ്രദേശത്തേക്ക് ഒരു റോഡ് നിർമ്മിച്ച് പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നതും വലിയ ഒരു നേട്ടമാണ്. നാടിലെ ജനങ്ങൾ, ഈ വാർഡിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന വികസനം എന്താണോ അത് മുഴുവൻ ഒരുവിധം എന്നാലാവും വിധം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. MLAയുടെ സഹായത്തോടു കൂടി വാർഡിൽ 2 മിനിമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. റോഡുകൾ കൃത്യമായിട്ട് റിപ്പയർ ചെയ്യുന്നതിനും കോൺക്രീറ്റ് ചെയ്യുന്നതിനും പുതിയ റോഡുകൾ നിർമ്മിക്കുന്നതിനും ഈ ഒരു അവസരം ഉപയോഗിക്കാൻ കഴിഞ്ഞു. എന്നാൽ എല്ലാം പൂർണ്ണമാണ് എന്ന് അവകാശപ്പെടാൻ ഞാൻ തയ്യാറല്ല. വികസനം ഇനിയും തുടരേണ്ടതുണ്ട്. അതിനാവശ്യമായ പ്രവർത്തനങ്ങളാണ് ഇനി വരുന്ന കൗൺസിലറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്. എന്നാൽ ഈ സിവിൽ സ്റ്റേഷൻ ഒരു ഉയർന്ന പ്രദേശമായതുകൊണ്ടും അതിൻ്റെ താഴ്ന്ന പ്രദേശങ്ങളിൽ അതിൻ്റെ ചുറ്റുപാടും മുഴുവനായിട്ട് വെള്ളക്കെട്ട് ഉള്ളൊരു പ്രയാസമുണ്ടായിരുന്നു. അത് പരിഹരിക്കുന്നതിനായി എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമായി പറയാവുന്ന ഒന്നാണ്. അത് പരിഹരിക്കാൻ 18.88 കോടിയുടെ പദ്ധതി UIDF സ്കീമിൽ ഉൾപ്പെടുത്തി, അതിന് പ്രൊജക്റ്റ് തയ്യാറാക്കി അതിൽ ഉൾപ്പെടുത്തി ഇന്നതിൻ്റെ മുനിസിപ്പൽ തല അംഗീകാരവും സംസ്ഥാനതല അംഗീകാരവും നേടി UIDFലെ ഫൈനാൻഷ്യൽ സാങ്ഷൻ വരെ എത്തിക്കുന്നതിന് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ ഫൈനാൻഷ്യൽ സാങ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രവർത്തികൾ പൂർത്തീകരിക്കാൻ കഴിയും. ഈ പ്രദേശത്തെ മൊത്തം വെള്ളക്കെട്ട് പരിഹരിക്കാൻ ആവശ്യമായ ഇൻ്റഗ്രേറ്റഡ് ഡ്രെയിനേജ് സിസ്റ്റം ഫോർ സിവിൽ സ്റ്റേഷൻ ആൻഡ് സറൗണ്ടിങ് ഏരിയ എന്ന ആ പദ്ധതി അത് ഒരു അഭിമാന പദ്ധതിയായിട്ട് നമുക്ക് നടപ്പിലാക്കാവുന്നതാണ്. അതിൻ്റെ ഫൈനാൻസ് സാങ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് കൃത്യമായി മുന്നോട്ട് പോകാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുൻകാല കൗൺസിലർമാർ ചെയ്തു വെച്ച നല്ല പ്രവർത്തനങ്ങൾ കൊണ്ടും വികസന വിപ്ലവം കൊണ്ടും വോട്ടർമാരിൽ നിന്നെല്ലാം വളരെ മികച്ച പിന്തുണയും പ്രതികരണവുമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് LDF സ്ഥാനാർത്ഥി സാഹിദ നിസാർ പറയുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം നഗരസഭയുടെ 20-ാം വാർഡ് സിവിൽ സ്റ്റേഷനിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ ജനവിധി തേടുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മുൻ കൗൺസിലറും ഇപ്പോൾ നമ്മൾ ഷെരീഫ് കെയും നടത്തി വെച്ചിട്ടുള്ള ഒരുപാട് വികസന പ്രവർത്തനങ്ങളുണ്ട്. അതിൻ്റെ ഒരു തുടർ പ്രവർത്തനം മാത്രമേ എൻ്റെ മുന്നിലുള്ളൂ. അത് നമ്മൾ ഓരോ ആളുകളെയും നമ്മൾ 3-4 തവണയായിട്ട് വിസിറ്റ് ചെയ്യുന്ന സമയത്തും മുന്നിലുള്ള ഓരോ റെസ്പോൺസ് കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇവരെയൊക്കെ മനസ്സിലേറ്റിയിട്ടുള്ളതും കാരണം അവർക്ക് ചെയ്തു കൊടുത്തിട്ടുള്ളതും നമ്മൾ ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ അവർ വളരെ സന്തോഷത്തോടു കൂടി നമ്മളടുത്ത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ എനിക്കത് കുറച്ചുകൂടി ഈസി ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. ഓരോരുത്തരുടെയും റെസ്പോൺസ് കാണുമ്പോൾ എൻ്റെ ആത്മവിശ്വാസം കൂടുന്നേ ഉള്ളൂ. കാരണം ഈ ഒരു ഫീൽഡ് എനിക്ക് പുതുമയുള്ളതാണ്. അപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെയാവും ഓരോരുത്തരുടെ ഇതെന്ന്. പക്ഷേ നമ്മൾ ഓരോരുത്തർ തരുന്ന റെസ്പോൺസും അവർ തന്ന സപ്പോർട്ടും എല്ലാം എൻ്റെ കോൺഫിഡൻസ് കൂട്ടിയിട്ടേ ഉള്ളൂ. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിലെ കൗൺസിലർമാരുടെ വിവേചനപരമായ നിലപാടുകളും കുത്തഴിഞ്ഞ ഭരണവും നിരുത്തരവാദപരമായ ഇടപെടലുകളും കൊണ്ട് ഈ വാർഡിലെ വോട്ടർമാർ നിരാശയിലാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഈ വാർഡിലെ സീൻ മാറുമെന്ന് ഉറപ്പാണെന്നാണ് UDF സ്ഥാനാർത്ഥി സബിന മൻസൂർ പറയുന്നത്. നമ്മുടെ വാർഡിൻ്റെ 4 റൗണ്ട് പ്രചരണവും ഞാനിപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. നല്ല രീതിയിലാണ് ആളുകൾ നമ്മളെ സമീപിച്ചിട്ടുള്ളതും സ്വീകരിച്ചിട്ടുള്ളതും. മുൻ കൗൺസിലർമാരുടെ ഭാഗത്തു നിന്നും വിവേചനപരമായ നിലപാടുള്ളതുകൊണ്ടും ആളുകളുടെ നിരാശകൾ എല്ലാ വീടുകളിൽ നിന്നും നല്ല റെസ്പോൺസാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടെ വിജയിക്കാൻ എനിക്ക് കഴിയുമെന്ന 100% ഉറപ്പുണ്ട്.
1150 വോട്ടർമാരുള്ള സിവിൽ സ്റ്റേഷൻ വാർഡിൽ നിരവധി പ്രാദേശിക വിഷയങ്ങൾ ചർച്ചയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ മത്സരം കനക്കുമെന്നാണ് ഇവിടുത്തെ രാഷ്ട്രീയ നിരീക്ഷണം. പ്രചരണം അവസാന ആഴ്ചയിലേക്ക് എത്തുന്നതോടെ മലപ്പുറം സിവിൽ സ്റ്റേഷനിൽ തിരഞ്ഞെടുപ്പ് ജ്വരം കൂടുതൽ മൂർച്ഛിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നന്ദന ബാബു, SS ന്യൂസ്, മലപ്പുറം.